പ്രിയമുള്ളവരെ, സംസ്കാരം എന്ന നമ്മുടെ ഈ സെഷനിൽ മൊയ്ലിയരുട്ടികൾ കാലത്തിൻ്റെ കൈക്രിയകൾ എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇൽമ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പദമാണ്. ആ ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളതിന് വലിയ പ്രതിഫലമുണ്ട്. എന്നാൽ ഇൽമ് എന്ന വാക്കിന് കേവലം നോളജ്, അറിവ് എന്ന അർത്ഥത്തിൽ ഒതുങ്ങുന്ന ഒരു വാക്കല്ല. അതിനപ്പുറത്ത് വിശാലമായ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ആ ആശയങ്ങളെ ഇൽമ് പഠിപ്പിക്കുന്ന രീതികൾ നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു സുഫ മുതൽ മുന്നോട്ട് നമ്മുടെ കേരളത്തിൽ വിശുദ്ധ ഇസ്ലാം എത്തിയത് മുതൽ മഖ്ദൂമുമാരും അതുപോലെ കോഴിക്കോട് കാളിമാരുമെല്ലാം നമുക്ക് മുമ്പിൽ നമ്മുടെ പൂർവികർ കാട്ടിത്തന്ന ദർസിൻ്റെ മനോഹരമായ മാതൃകകൾ. അതിനുശേഷം ഇന്ന് അറബി കോളേജുകളായി നമ്മുടെ മതവിദ്യാഭ്യാസം വളരെ സജീവമായി നടന്നു വരികയാണ്. ഇവിടങ്ങളിലൊക്കെ ഇൽമ പഠിക്കുന്ന നമ്മുടെ മുതഅല്ലിങ്ങളെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു അടുപ്പം കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ ഉമ്മത്ത് വിളിച്ച പേരാണ് മൊയ്ലിയരുട്ടി എന്നുള്ളത്. ആ മൊയ്ലിയരുട്ടികൾ ഈ സമൂഹത്തിൽ വലിയ മാതൃകകൾ, വലിയ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ചർച്ചയിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി മൊയ്ലിയരുട്ടി, എങ്ങനെയാണ് ഒരു മൊയ്ലിയരുട്ടി രൂപപ്പെടുന്നത്? അതിലുപരി ഇന്നൊക്കെ നമുക്കറിയാം, മൊയ്ലിയന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളയും വസ്ത്രമിട്ട് ശുഭ്രവസ്ത്രധാരികളായി ഇൽമ പഠിക്കാൻ പോകുന്ന കുട്ടികളെ, അങ്ങനെ വേഷധാരികളെ കാണുമ്പോൾ വിരളി പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ പരിഹാസത്തോടു കൂടി ഒരു സമൂഹത്തെ, ഇങ്ങനെയൊരു വിഭാഗത്തെ കാണുമ്പോൾ എന്താണ്, എങ്ങനെയാണ് മൊയ്ലിയരുട്ടി രൂപപ്പെട്ടത്? അവരുടെ ഇഖ്ലാസ്, അവരുടെ ക്ഷമ, അവരുടെ അധ്വാനം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ചർച്ച, അതുപോലെ മൊയ്ലിയരുട്ടി എന്ന പദത്തിൻ്റെ ആശയങ്ങൾ, അതിലൂടെ നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചർച്ചയിൽ പാനലിസ്റ്റുകളായി നമ്മോടൊപ്പമുള്ളത് CK മൊയ്തീൻ ഫൈസി ഉസ്താദ്, കോട്ടക്കലിൽ മുദരിസായി സേവനം ചെയ്യുകയാണ്. അതുപോലെ ഡോക്ടർ വദൂദ് നിസാമി ഉസ്താദ് മുദരിസായി തന്നെ സേവനം ചെയ്യുകയാണ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപനം നടത്തുന്ന ഡോക്ടർ നൊയ്മാൻ സാർ. ഇത്രയും ആളുകളാണ് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം കൂടെയുള്ളത്. ആദ്യമായി മൊയ്തീൻ ഫൈസി ഉസ്താദ് സംസാരിക്കും. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ഇങ്ങനെ മുതഅല്ലിങ്ങൾ എന്ന് പറയും, മൊയ്ലിയരുട്ടികൾ എന്ന് പറയും. ഒരു പണ്ഡിത വിഭാഗത്തെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചാൽ പോരെ. ഇങ്ങനെ ഈ കാര്യങ്ങൾക്കൊരു പ്രത്യേക ഒരു വിഭാഗം എന്തിനാണ്? അവിടെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വാഇഫത്തുൽ യതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോവരുത് എന്ന് പറഞ്ഞ് യുദ്ധഭൂമിയിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിജ്ഞാനത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടിയും അവിടെ പഠിപ്പിക്കുകയാണ്. അതിവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൻ്റെ നന്മയുടെ നിലനിൽപ്പിന് വിജ്ഞാനത്തിൻ്റെ നിലനിൽപ്പ് ആവശ്യമാണ്. അപ്പം എല്ലാവരും അങ്ങനെ പോവരുത്. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും. കുറച്ച് ആളുകൾ, ഒരു ത്വായിഫത്ത്, ഓരോ വിഭാഗത്തിലും ഒരു സംഘം, ലിയതഫഖഹു ഫിദ്ദീൻ, ദീൻ പഠിക്കാനായി പോവുക തന്നെ വേണം. ദീൻ വിദ്യാഭ്യാസത്തിനായി അവർ ഒരുങ്ങി നിൽക്കുന്ന വേണം. എങ്കിലേ
വലിയുന്തിറു ഖൗമഹും ഇദാ റജഊ ഇലൈഹിം, ബാക്കി വരുന്ന ജനങ്ങൾക്ക് ഈ ബോധനം നൽകാൻ അതിവിടെ ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇസ്ലാം നിലനിൽക്കുള്ളൂ. ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇനി വേറെ രൂപത്തിൽ പറഞ്ഞാലേ, ഈ ആകാശഭൂമികളൊക്കെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണം നിലനിർത്തുന്നത് ഇൽമിൻ്റെ അഹ്ലുകാരാണ്, വിജ്ഞാനത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവോ? ഇല്ല. എന്തുകൊണ്ട്? ഈ ഭൂമി ആകാശങ്ങളൊന്നും മുമ്പില്ലല്ലോ. കുന്തു കൻസം മഖ്ഫിയ, ആർക്കും അറിയാതെ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു ഞാൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സൃഷ്ടിച്ചത് എന്തിനാ? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. 7 ആകാശങ്ങളും 7 ഭൂമികളും സൃഷ്ടിച്ചതിനെ കുറിച്ച് അള്ളാഹു കാരണം ആവശ്യം പറഞ്ഞത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ഞാൻ അറിയപ്പെടാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അപ്പൊ ഈ അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുക എന്ന് നമ്മൾ പറയലുണ്ട്. അത് ഇവിടെ നടക്കണമെങ്കിൽ വിജ്ഞാനം വേണം. ഇൽമ് ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനില്ല ജഡം നിലനിൽക്കൂല. അതുകൊണ്ടാണ് അന്ത്യനാളാവുമ്പോൾ ഇൽമു ഉയർന്നു പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതും. പിന്നീട് അള്ളാഹു ഈ ഭൂമി ആകാശം അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇസ്രാഫീൽ അലൈഹി സ്വലാമിനോട് എന്നാ പിന്നെ തണ്ട് ഊതിക്കാള എന്ന് പറഞ്ഞ് ഇതോടുകൂടി ലോകത്തെ അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ നിലനിൽക്കുന്നത് എങ്കിൽ വിജ്ഞാനത്തിലെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ജീവൻ നിലനിൽക്കുന്നെങ്കിൽ ഈ ജഡം നിലനിൽക്കുള്ളൂ, അതുപോലെ ദീനും നിലനിൽക്കുള്ളൂ, ആകാശഭൂമികളും നിലനിൽക്കുള്ളൂ. ഇല്ലേ, ഇതൊക്കെ ഇവിടെ ഇല്ലാതെ. നൊയ്മാൻ സർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൽ വൈജ്ഞാനിക അന്വേഷണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങളെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇതിലൊരു ആമുഖം എന്നുള്ള നിലയിൽ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ മോഡറേറ്റർ സുഫയെക്കുറിച്ച് പരാമർശിച്ചു. ഓരോ കാലത്തെയും മുസ്ലിം സാമൂഹികതയിൽ നിന്ന് ആ സാമൂഹികതയുടെ ആവശ്യങ്ങളും പ്രയോറിറ്റികളും മുൻഗണനകളും അനുസരിച്ച് എങ്ങനെയാണ് അതാത് സമൂഹങ്ങൾ ഈ ഫൈസി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച ഈ ആവശ്യത്തെ ചരിത്രപരമായി നിർവഹിച്ചു പോകുന്നത് എന്നുള്ള ഇതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ഈ വിഭാഗത്തെ, നിങ്ങളെല്ലാവരും അങ്ങനെ അങ്ങ് പോയി കളയരുത് എന്ന് പറഞ്ഞ് ആ വിഭാഗത്തെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് സമുദായം സൃഷ്ടിച്ചെടുത്തത്, പ്രവാചകർക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തത്. ഓരോ ഇസ്ലാം ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ അതാത് സമൂഹങ്ങളിൽ ഈ ആവശ്യത്തെ, ഈ ആഹ്വാനത്തെ ഓരോ മുസ്ലിം സമൂഹവും എങ്ങനെയാണ് ഏറ്റെടുത്ത് നിർവഹിച്ചു പോകുന്നത് എന്നതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാത് കാലത്തെയും അതാത് സമൂഹത്തിലെയും സാമൂഹികതയെ മുൻനിർത്തിക്കൊണ്ട്, അതാത് സമൂഹത്തിലെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ ആഹ്വാനത്തെ നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഓരോ സമൂഹവും വളരെ യുണീക്കായി നിർവഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന സംവിധാനങ്ങളല്ല അതിന് ശേഷമുള്ള കാലത്ത് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഈ സമുദായത്തിൽ രൂപപ്പെട്ടു വന്നത്. അതിനർത്ഥം അതിന് മൗലികമായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലായി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അതാത് കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ
ഒരുക്കുന്നതിൽ ഈ സമുദായം വളരെ കണിശമായ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഈ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങൾ, അവയ്ക്ക് അടിസ്ഥാനപരമായ ചില മൗലികതകൾ നിലനിൽക്കുമ്പോൾ തന്നെ അവയുടെ ആവിഷ്കരണത്തിൽ വളരെ വ്യത്യസ്തമായ സമീപനങ്ങൾ മുസ്ലിം സമുദായം സ്വീകരിച്ചു പോകുന്നതായി കാണാം. ആ മാറ്റങ്ങൾ നമ്മളീ പറഞ്ഞ ഇൽമിനോട് ഏത് തരത്തിലുള്ള നീതിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമീപനമാണ് പുലർത്തിയത്, ആ സമീപനം എല്ലാ കാലത്തും ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ചരിത്രപരമായി ഈ സ്ഥാപനം, ഈ മൊയ്ലാരുട്ടികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സ്ഥാപനം ചരിത്രപരമായി എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, കേരളീയ സാഹചര്യത്തിൽ അതെങ്ങനെയാണ് മൊയ്ലാരുട്ടികൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അത് പരിവർത്തിച്ചു വന്നത്, മൊയ്ലാരുട്ടികളിൽ നിന്നും അത് പിന്നീട് എങ്ങനെയാണ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഈ ആഹ്വാനത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട നൊയ്മാൻ സാർ സൂചിപ്പിച്ചതുപോലെ ഓരോ കാലഘട്ടത്തിലും മൗലികമായ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അടിസ്ഥാനപരമായി ഒരേ ആശയത്തിലും ഒരേ ലക്ഷ്യത്തിലും നിലനിന്നുകൊണ്ട് തന്നെ ഭൗതികമായ സാഹചര്യങ്ങൾ, സാമൂഹികമായ രീതികൾ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്ത സമൂഹങ്ങൾ ഈ മൊയ്ലേരിറ്റുകളെ വ്യത്യസ്ത രീതിയിൽ അക്കമഡേറ്റ് ചെയ്തു എന്നതാണ് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുഹാജിരീങ്ങളായ ആളുകളെ അഹ്ലുസുഫ എന്ന പേരിൽ മദീനത്തെ പള്ളിയിൽ തന്നെ അക്കമഡേറ്റ് ചെയ്തു. അതിൻ്റെ വ്യാപനം ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിലും പല രീതിയിൽ ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ തുടർച്ചകൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ കൃത്യമായി അഹ്ലുസുഫയുടെ അതേ രീതി തന്നെ പിന്തുടരുന്ന, ഫോളോ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അധ്യാപകൻ, ഏകാധ്യാപകൻ, ആ അധ്യാപകൻ്റെ കീഴിൽ കൃത്യമായ തർബീയത്തിൽ, ആ അധ്യാപകൻ്റെ മേൽനോട്ടത്തിൽ ഈ കുട്ടിയെ പാകപ്പെടുത്തി ഒരു ആലിം എന്ന പരുവത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുക എന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഉണ്ടായ ആലിമീങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ആലിമിൻ്റെ, ഒരു അധ്യാപകൻ്റെ, ഒരു ഗുരുവിൻ്റെ ഓരം ചേർന്ന് വളർന്നു വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കാലത്തിൻ്റെ കൈക്രിയകൾ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ നമുക്കത് ഒരു തത്വൂർ എന്ന രീതിയിൽ ആണ് അതിനെ ആദ്യ സമയങ്ങളിൽ ഇതിൻ്റെ ഒരു വ്യാപനം പള്ളി ദർസുകൾ എന്നുള്ളതിൽ നിന്ന് മാറി കോളേജുകളിലേക്ക് എത്തിയത്. പക്ഷേ ആ എത്തലോടുകൂടി നമുക്കുണ്ടായിരുന്ന നാം നിലനിർത്തേണ്ടിയിരുന്ന സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള അടിസ്ഥാനപരമായ മൗലികമായ കാര്യങ്ങൾ, അതെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നിലനിർത്താൻ സാധിച്ചു, അതിലെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടില്ല, സാധിക്കാതെ പോയതിനെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും, ഈ രീതിയിലുള്ള കൂടെയുള്ള ചർച്ചകൾ ഇന്നത്തെ പുതിയ കാലത്ത് മൊയ്ലേരുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ്, സമുദായത്തിൽ അവരുടെ ഇടപെടലുകൾ ഏതൊക്കെ രീതിയിൽ സ്വാധീനം ചെലുത്തിയെന്ന ആ ഒരു ചിന്തകൾ ഇന്ന് വളരെയധികം ഇന്നത്തെ ഈ ഒരു കലുഷിതമായ കാലഘട്ടത്തിൽ കൂടി നമ്മൾ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ പള്ളി ദറസുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു പഠന സംവിധാനത്തെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ പരിവർത്തിച്ചപ്പോൾ നമുക്കതിൽ ഒരുപാട് കാലത്തോട് സംവദിക്കുന്ന രീതിയിലുള്ള ആലിമീങ്ങളെ സൃഷ്ടിക്കാൻ, പണ്ഡിതരെ സൃഷ്ടിക്കാൻ, കാലത്തോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങളെ സ്വാംശീകരിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാതെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്, ആ നഷ്ടപ്പെട്ടതിനെ കൂടി തിരിച്ചു പിടിക്കൽ ഏതൊക്കെ രീതിയിൽ നടക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സമൂഹത്തിൽ നടക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിൽ നിന്ന് പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട്
രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക വിഭാഗം എന്നതായിരുന്നു പഴയ കാലത്തെ മൊയിലേരുട്ടി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി പുതിയ കാലത്ത് നമ്മൾ മൊയിലേരുട്ടികളെ കാണുന്നത് കേവലം ഒരു ദീനി ഹിദ്മത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന കുറേ ആളുകൾ എന്നതിനപ്പുറം ഒരുപാട് സാധ്യതകളുള്ള ലോകത്തേക്ക് നമ്മൾ അവരെ വിഹരിക്കാൻ വിടുകയാണ്. ഇതുകൊണ്ട് സമുദായത്തിന് ലഭ്യമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതല്ലെങ്കിൽ സമുദായത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുകയും അതിന് കൃത്യമായ ഒരു നതീജയിലേക്ക്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണ് എന്ന് ആണ് എൻ്റെ പ്രധാനമായൊരു അഭിപ്രായം. ഫൈസി ഉസ്താദ്, വിദ്യാഭ്യാസം എന്നുള്ളത് അതിൻ്റെ വിജയം എന്നുള്ളത് കഠിനാധ്വാനമാണ്. പക്ഷേ മൊയിലിയാരുട്ടിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ക്ഷമയാവട്ടെ, അവരുടെ കഠിനാധ്വാനമാവട്ടെ, ഒരുപാട് സഹിച്ചുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. അത് എത്രത്തോളം അവരെ മൊയിലിയാരുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഈ മൊയിലിയാരുട്ടി എന്നൊരു പ്രയോഗം നമ്മുടെ സമുദായം മാത്രമല്ല മൊത്തം സമൂഹം സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ്. അത്രയും സ്നേഹം, ഒരു വലിയ സമൂഹത്തിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ ഇവർക്ക് കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഒന്ന് നിസാമി ഉസ്താദ് പറഞ്ഞ ആ ആത്മാർത്ഥതയിൽ. അതൊരു ജോലിക്ക് വേണ്ടിയുള്ള പഠനമായിരുന്നില്ല. പഠിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം പ്രത്യേക ചിട്ടപ്പെടുത്തുന്നത്, അധ്വാനവും ജീവിത രീതികളൊക്കെ മാറുകയാണ്. ഒരു ദർസിലേക്ക് അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു കുട്ടിയെ ആക്കിയതോടുകൂടി ആ കുട്ടിയേക്കാൾ വലിയ പ്രായമുള്ള മറ്റു ആളുകളെ സ്നേഹിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതിനേക്കാൾ പ്രായം ചെന്ന ആളുകൾ ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് ഈ കുട്ടിയുടെ ആത്മാർത്ഥതയാണ്. ഇപ്പോൾ അല്ലാമ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ വൈദാർ ആ മുത്തല്ലിമൻ യക്ബു അല ശഹവാത്തി, എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു, ഫർളൈനായ കാര്യങ്ങൾ അവഗണിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസങ്ങൾ നേടുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഈ രീതി കണ്ടാൽ മനസ്സിലാക്കാം, നീ ഉറപ്പിച്ചോ അവൻ അള്ളാഹുവിൻ്റെ വജഹിനല്ല ഉദ്ദേശിച്ചത്. ഈ അള്ളാഹുവിൻ്റെ വജഹിനെ ഉദ്ദേശിക്കുക, നിസാമി ഉസ്താദ് പറഞ്ഞ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിക്കുക എന്ന ആ ഒരു ലക്ഷ്യം, ആ അടിത്തറയിൽ നിന്നാണ് മൊത്തം ജനങ്ങൾ ഇവരെ സ്നേഹിക്കാൻ നിമിത്തമാകുന്ന അതിൻ്റെ സ്രോതസ് അവിടെയാണ്. അതുപോലെ അവർക്കുണ്ടായിരുന്ന ക്ഷമ, അന്ന് സൗകര്യങ്ങളില്ലാതെ ചൊറിപിടിച്ച് എന്തെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ അതൊക്കെ നേടിയെടുത്തത് എന്നൊരു ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗം അവിടെ കിടക്കുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ചും. അധ്വാനം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ക്ലാസ് കൊടുക്കുകയാണ്, നേരം വെളുത്ത് വൈകുന്നേരം വരെ അവർക്ക് ക്ലാസ് കൊടുക്കുക. അന്ന് കുറഞ്ഞ ക്ലാസ്സാണ് കിട്ടുന്നത്, പക്ഷെ കൂടുതൽ അവർ പഠിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അധ്യാപനം ഇന്ന് കൂടുതലാണ്, പഠിക്കുന്നത് കുറച്ചാണ്. അന്നങ്ങനല്ല, കുറച്ച് പഠിപ്പിക്കുകയും കൂടുതൽ അവർ പഠിക്കുകയും ചെയ്യുക. ഇപ്പം നമ്മൾ ശംസുൽ ഉലമ ഉദാഹരണം, ശംസുൽ ഉലമ അൽഫിയ ഓതുന്നതിൻ്റെ മുമ്പേ ആദ്യം മുതൽ അവസാനം വരെ സ്വന്തം മുതാല ചെയ്തു. പഠിച്ചതിന് ശേഷം മുതാല അല്ല, പഠിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം മുതൽ അവസാനം വരെ മുതാല ചെയ്ത് അതിലുള്ള സംശയങ്ങൾ മുഴുവൻ വീട്ടിൽ വെച്ച് പിതാവിൽ നിന്ന്, ബഹുമാനപ്പെട്ട കോയക്കുട്ടിയിലെ അവരിൽ നിന്ന് ആ സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷമാണ് ഔദ്യോഗികമായ പഠനം ക്ലാസ്സിൽ പോയി ഇരിക്കുന്നത്, അൽഫി ഓതുന്നത്. ഈ രീതിയിലുള്ള അധ്വാനങ്ങളായിരുന്നു അവരുടേത്. അപ്പോൾ ആ അധ്വാനവും ആ ആത്മാർത്ഥതയും ക്ഷമയും ഇതെല്ലാം അവർക്കുണ്ടായപ്പോൾ ജനമനസ്സുകളിലൊക്കെ അവരോടുള്ള സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അവരെ രൂപപ്പെടുന്നത്. നുഐമാൻ സാർ, നമ്മുടെ ദർസ് സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഒരു മൊയിലിയാരുട്ടിയെ സംബന്ധിച്ച് കേവലം ഉസ്താദ് എന്നതിനപ്പുറം അവർ പഠിക്കുന്ന ഓരോ കിതാബുകളും അവരുടെ ഗുരുനാഥന്മാരാകുന്ന, അവരുടെ പാഠ്യവിഷയങ്ങൾ അവരെ സ്വാധീനിക്കുന്ന വലിയ സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത് ആലോചിക്കുമ്പോൾ, ഈ ചർച്ചയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ജോർജ് മഖ്ദിസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം ഈ ഇസ്ലാമിക ലോകത്തെ കോളേജുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഈ അറിവിൻ്റെ പ്രീ റിക്വസിറ്റുകളെ കുറിച്ച് ഉള്ള 2 ഉദ്ധരണികൾ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ഒന്ന് ജുവൈനിയുടെ ഒരു കോട്ടാണ്, ദക്കാഉം വഹിർസുൻ വഫ്തിഖാറും വഗുർബത്തുൻ
വ തൽഖീൻ ഉസ്താദിൻ വ തൂലു സമാനിൻ എന്ന്. അതിനുശേഷം അദ്ദേഹം ഉദ്ധരിക്കുന്നത് അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് ശേഷം ചാർലറ്റ് ബെർണാഡ് എൻ്റെ ഒരു ഉദ്ധരണി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എ ഹംബിൾ മൈൻഡ്, സീൽ ഫോർ ലേണിംഗ്, എ ക്വയറ്റ് ലൈഫ്, സൈലന്റ് ഇൻവെസ്റ്റിഗേഷൻ, പോവർട്ടി, എ ഫോറിൻ ലാൻഡ്. ഇത്രയും കാര്യങ്ങളാണ് നോളജിൻ്റെ പ്രീ റിക്വിസിറ്റ് എന്നുള്ളത്. ഈ രണ്ട് കാലത്തിനും ഇടയിൽ നിന്ന് നമുക്ക് മിസ്സായ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ തൽഖീൻ ഉസ്താദ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഉസ്താദിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് നമുക്ക് ടെക്സ്റ്റുകൾ മതി എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ മാറും. യഥാർത്ഥത്തിൽ ഈ ടെക്സ്റ്റും നമ്മൾ ഈ പറയുന്ന ഉസ്താദും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദാണെന്ന് തോന്നുന്നു, വാഴക്കാട് ലൈബ്രറിയിലുള്ള ഏതോ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ അഹമ്മദിൻ്റെ നെഞ്ചത്തുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. കാര്യം എന്താ വിചാരിച്ചാൽ ആ പുസ്തകവും ആ പുസ്തകത്തെ പഠിക്കുന്ന ആളും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഒരു കാലത്തും ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായ സാഹചര്യത്തിലാണ് നമുക്ക് ഈ എന്താ പറയുക, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഉസ്താദ് ഒന്ന് ടെക്സ്റ്റ് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒരു ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ നോളജും ഇൽമും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റിങ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇൽമ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേർന്നതാണ്. മറ്റതിൽ നിങ്ങൾക്ക് അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. നോളജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ തൽഖീൻ ഉസ്താദ് ഇല്ലാതെയും കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ഇസ്ലാമിൽ ഇത് അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിലേക്ക് വന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി പറയുന്ന മറുപടി, ഹി വാസ് എ വാക്കിംഗ് ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഖുർആൻ എന്ന് പറയുന്നൊരു ടെക്സ്റ്റായിരുന്നു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ശരീരവും ഖുർആനും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നാവുന്ന ഒരവസ്ഥയിലേക്കാണ്. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിലെ വൈജ്ഞാനിക സമ്പ്രദായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കൃത്യമായൊരു സൂചന നൽകുന്ന ഒരു ഹദീസാണ്, ഒരു സിമ്പിളാണ് ഈ വാക്കിംഗ് ഖുർആൻ, വാക്കിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ സിമ്പിൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ സാറ് പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഒരുപാട് ഡാറ്റകൾ നേടിയെടുക്കും, ഡാറ്റകളുടെ കളക്ഷൻ എന്നുള്ളതല്ല ഇൽമ്, മറിച്ച് അത് മറ്റെന്തൊക്കെയോ കൂടുമ്പോഴാണ് ഒരു മൊയിലേർ എന്ന പരുവത്തിലേക്ക് രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ്. സാറത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഒരിക്കൽ ബഹുമാനപ്പെട്ട മർഹൂം അസ്സരി തങ്ങൾ പറഞ്ഞു, കിതാബിലുള്ളതല്ല ഓതി കൊടുക്കുന്നത്, മുദരിസിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം നമ്മൾ പഠിക്കുന്നതും ഫത്തുൽ മുഈനാണ്. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഒരു ഉമർ ഖാദിക്ക് ഓതി കൊടുത്തതിൻ്റെയും ഫത്തുൽ മുഈനാണ്. പക്ഷെ 2 ക്ലാസ് ഒന്നല്ലല്ലോ. വദുദ് സാർ, നമുക്ക് സമയം വളരെ കുറവാണ്, പെട്ടെന്ന് നമുക്ക് ഉസ്താദിൻ്റെ സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, മൊയിലിയാരുട്ടികൾ സ്വാധീനിക്കുന്നത്, അതായത് അവരുടെ വീടുകളിലാവട്ടെ, അവരുടെ നാടുകളിലാവട്ടെ, പഠിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ, പ്രത്യേകിച്ച് ചെലവ് കൂടിയുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ, ആത്മബന്ധമൊക്കെ ഉണ്ട്. അതൊക്കെ എത്രത്തോളം ആ ഒരു കുട്ടികൾ വലിയ രൂപത്തിൽ ഈ ഒരു ഉമ്മത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന രൂപത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്? സത്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. കാരണം ഒരു മൊയിലേരുട്ടി രൂപപ്പെട്ടു വരുമ്പോൾ ആ മൊയിലേരുട്ടിയിൽ കുടുംബത്തിന്, അവൻ്റെ മാതാപിതാക്കളടക്കം ഉൾക്കൊള്ളുന്ന ആ ഒരു കുടുംബത്തിന് അവൻ വലിയൊരു പ്രതീക്ഷയാണ്. യഥാർത്ഥത്തിൽ അവൻ നമ്മുടെ ദീനീ കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടുന്ന ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രതിനിധിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ, ഞങ്ങൾക്ക് ദീൻ പറഞ്ഞു തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഈ ഒരു പേഴ്സൺ എന്ന തരത്തിലേക്ക് ആ കുടുംബത്തിൽ ഇയാൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്.
അതുപോലെ തന്നെ ഇവൻ ഈ മൊയിലേരുട്ടി വളർന്നു വരുന്ന ഇടങ്ങളിലെല്ലാം ഇവന് വ്യത്യസ്തമായ രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടി പഴയ കാലത്ത് തന്നെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവൻ പഠിക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടി മറ്റു പല വീടുകളെയും ആശ്രയിക്കും. അവിടെ നിന്ന് അവർ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം അതിന് പകരം ഇവൻ ഇൽമ് കൈമാറ്റം ചെയ്തു കൊടുക്കും. പണ്ട് പല ഉസ്താദുമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പഴയ കാലത്ത് ഭക്ഷണത്തിന് വരുന്ന മൊയിലേരുട്ടിയിൽ നിന്ന് മറക്ക് പുറത്തിരുന്ന് ഫതുഹുൽ മൊഴീൻ ഓതിയിരുന്നു എൻ്റെ വല്യമ്മ എന്ന് ഒരാൾ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തിരുന്ന സ്വാധീനങ്ങളാണത്. മാത്രമല്ല ആ മഹലിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ ദീനീ കാര്യങ്ങളിൽ, സംഘടനാ കാര്യങ്ങളിൽ, എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ദറസ് എന്നുള്ളതിൽ നിന്ന് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ട് കോളേജ് കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ നാടുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ, കൈനിക്കരയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇത് കൃത്യമായി മഹലിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. മറിച്ച് ഏതോ ഒരു നാട്ടിൽ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതാലിമീങ്ങൾക്ക്, മൊയിലേരുട്ടികൾക്ക് ആ നാട്ടിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവർ പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരാശങ്ക ഞാൻ ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയാണ്. അതുകൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ ഒരു മാറ്റത്തിൽ. അതിൽ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ പണ്ഡിതരുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിനൊക്കെ പോകുന്ന സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൻ്റെ പുറത്തുണ്ട്. പക്ഷേ അവിടെയുള്ള പൊതുജനങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയില്ല എന്ന് നമ്മളെപ്പോഴും പറയും. ഇതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിച്ചില്ല? കേരളത്തിൽ പണ്ഡിതർ ഇടപെടുന്ന സ്ഥലത്താണ് സാധാരണക്കാരും വരുന്നത്, സാധാരണക്കാർ വരുന്ന സ്ഥലത്താണ് പണ്ഡിതരും ഇടപെടുന്നത്. അപ്പോൾ ഈ മുതാലിങ്ങളും ഈ പണ്ഡിതരും ഒക്കെ നിസ്കരിക്കാൻ വരുന്ന പള്ളിയിലൊക്കെ ആയതുകൊണ്ട് മഖ്ദൂമിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക രീതി ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ അതോട് ഈ ദർസ് പൊതുജനങ്ങളുടെയും അല്ലെങ്കിൽ ഈ മൂലേരുട്ടിയാൾ പൊതുജനങ്ങളുടെയും വലിയ പണ്ഡിതരുടെയും ഇടയിലുള്ള ഒരു പാലമായി വരികയാണ്, വർത്തിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ദീൻ പകർന്നു കൊടുക്കാൻ ഇത് വളരെ സൗകര്യമായി. നമ്മുടെ കേരളത്തിൽ പല പണ്ഡിതരും ഉണ്ടായതിൻ്റെ കാരണം അവർ നാട്ടുകാരുട്ടിയായിട്ട് ദർസ് പോകും. അപ്പോൾ അവിടെയുള്ള മുത്താലിങ്ങൾ മൂലയിരുട്ടികളെ കാണും. അപ്പോൾ അവരുമായുള്ള ബന്ധത്തിൽ എനിക്കും അതുപോലെ ഒരു മൂലയിരുട്ടി ആവണം. അങ്ങനെ അവർ വലിയ പഠനത്തിന് വേണ്ടിയിട്ട് അവർ പോകുന്നു. അവർ ചെലവീട്ടിലേക്ക് വരുന്ന, അപ്പോൾ ആ ചെലവീട്ടിൽ ഉള്ള കുട്ടികളും ഇതുപോലെ മൂലയിരുട്ടികളായി പോകാൻ കാരണമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്വാധീനങ്ങൾ ഇവരിൽ ഉണ്ടായതുകൊണ്ട് വലിയ ഒരു വിപ്ലവം, നിശബ്ദമായ വലിയൊരു വിപ്ലവം ഈ മൂലയിരുട്ടികളിലൂടെ സംഭവിക്കുകയാണ്, നടക്കുകയാണ് ചെയ്തത്. സാർ എങ്ങനെ കാണുന്നു? ഉസ്താദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ ഈ നമ്മൾ പറയുന്ന മതം പഠിക്കുന്ന ആളുകളുടെ ഒരു ആധിക്യം ഉണ്ടല്ലോ, ഈ ആധിക്യത്തെ കൗതുകത്തോടുകൂടെ കാണുന്ന ഒരാളാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇസ്ലാമിൻ്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് ഈ മാസ് ലെവലിലുള്ള ഈ മതപഠന രംഗത്തേക്കുള്ള ഈ എൻട്രി. ഞാനതിനെ ഒരർത്ഥത്തിൽ ഉലമൈസേഷൻ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവരും ഒരു ശരാശരി പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കുറേ കാറ്റഗറി ഉണ്ടല്ലോ, മുത്താലിങ്ങളുണ്ട്, മുഅല്ലിങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. നമ്മൾ എല്ലാ ആളുകളെയും ആലിമീങ്ങൾ എന്നാണ് വിളിക്കുക. ആ ഡിസ്റ്റിങ്ഷൻ അത്ര വിസിബിൾ അല്ല നമ്മളെ നാട്ടിൽ. എല്ലാവരും മൗലിയാന്മാരാണ് എന്നുള്ളത്. അതിൻ്റെ അപകടങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ ആരാണ് ആലിം, ആരാണ് ആലിം കാരണം എല്ലാവരും ഈ ആലിമിൻ്റെ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യുന്നൊരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ഇൽമിൻ്റെ ഒരു ജനകീയതയെ വലിയ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ചില സമയത്ത് ആളുകൾ ഇപ്പോൾ ഈ കുറച്ച് സമീപകാലത്ത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ച നടന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഇതെന്തിനാണ് ഇത്രയും ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നത്? അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നൊരു ലോജിക്ക്, നമുക്ക് ആവശ്യത്തിനുള്ള ഓട്ടോമൊബൈൽ എൻജിനീയേഴ്സ് ആണല്ലോ വേണ്ടതുള്ളൂ, നമുക്ക് ആവശ്യത്തിനുള്ള കർഷകരല്ല വേണ്ടതുള്ളൂ, നമുക്ക് ആവശ്യത്തിനുള്ള അധ്യാപകരല്ല വേണ്ടതുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. സത്യത്തിൽ നമ്മൾ ആ ലോജിക്കിലല്ലല്ലോ പൊതുവിൽ നമ്മൾ ഈ ഇൽമിനെ കാണും. എല്ലാവരും ഇൽമ് പഠിക്കുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യാനല്ലല്ലോ,
ആ ലോജിക്കിൽ കാണുമ്പോഴാണ് ഇതൊരു അധികമാണ്, ഇതൊരു അധികപ്പറ്റാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഇപ്പോൾ ഈ പിന്നെ പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെയായി ബന്ധപ്പെട്ട ചർച്ച നടന്ന സമയത്ത് ആളുകൾ പറയുന്നത് ഉലമാക്കൾ പ്രിൻറ്റിങ്ങിനെ എതിർക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അവരുടെ തൊഴിൽ പൊതുവിൽ ഈ പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ എതിർക്കാനുണ്ടായ കാരണം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് എന്ന്. കാരണം ടെക്സ്റ്റ് വരികയാണല്ലോ. അപ്പം ടെക്സ്റ്റ് വന്നാൽ നമ്മളിപ്പോൾ AI വന്നാൽ അധ്യാപകർ ഇല്ലാതാവുക എന്നുള്ള ആശങ്ക പോലെയുള്ള ആശങ്കയാണ്. ഇസ്ലാമിൽ ആ ആശങ്ക ഇല്ലല്ലോ. സത്യത്തിൽ ഈ ഒരു വിഷയവും നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു 10-60 വർഷങ്ങൾക്ക് ശേഷമേ ഇതൊരു ജോലി തൊഴിൽ എന്ന ആ ഒരു തരത്തിലേക്ക് ഇത് മാറിയിട്ടുള്ളൂ. പഴയ കാലത്ത് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പൊന്നും ഉസ്താദുമാർക്ക്, പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല, മുദരിസുമാർക്ക് ശമ്പളമില്ല. മറിച്ച് അവർ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ കൃഷി ചെയ്യപ്പെടുന്ന കൃഷിപ്പാടങ്ങളിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ലും അതുപോലെ തന്നെ പച്ചക്കറികളും പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന തേങ്ങയുമൊക്കെ കൃത്യമായി മാസം മാസം മുദരിസിനും മറ്റുമൊക്കെ കൊടുക്കുകയായിരുന്നു. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം എന്നുള്ളതിനപ്പുറം ഇത് കൃത്യമായി ഭക്ഷണം കൊടുത്ത് ശമ്പളം കൊടുത്ത് പള്ളിയിൽ ഇങ്ങനെ പോറ്റി വളർത്തേണ്ടുന്ന ആളുകൾ എന്നൊരു കൺസെപ്റ്റിലേക്ക് ഇതൊരു മോഡേണൈസേഷൻ്റെ ഭാഗമായി വന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഉലമാക്ക് ചെയ്ത ആ ഒരു ശ്രമങ്ങൾ അത്രമേൽ വലുതായിരുന്നു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്തേക്ക് പൊന്നാനിയിൽ ദർസിൽ ചേരാൻ വേണ്ടി പോയപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് കോയക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞതാണ്, നിങ്ങളിവിടെ നിന്നോളൂ, ഞാൻ കിതാബ് ഓതിത്തരാം, പക്ഷെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ഏൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഉസ്താദ്, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഉസ്താദ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാനെന്ന് ആകുലപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു റസ്ക് ഉണ്ടാക്കുന്ന കമ്പനിയിലെ ഒരാൾ വന്ന് എല്ലാ ദിവസവും വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു ഹദീസ്, എൻ്റെ കമ്പനിയിൽ വന്ന് ഒരു ഹദീസ് മങ്കൂസ് മൗലൂദ് ഓതാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഉസ്താദിന് റസ്ക്കും ചായയും ലഭിക്കും. അതാണ് ഉസ്താദിൻ്റെ മെയിൻ ഭക്ഷണമെന്ന്. മുത്തല്ലിമീങ്ങളെ നാട്ടിൽ വീടുകളിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടും അധികം കാലമൊന്നും ആയിട്ടില്ല. അത്രമേൽ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും ചില ഉലമാഇൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, പിണ്ണാക്ക് തിന്ന് ഇൽമു പഠിച്ചിരുന്ന, പള്ളിയിൽ താമസിച്ച് പഠിച്ചിരുന്ന മുത്തല്ലിമീങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു എന്നാണ്. അത്രത്തോളം ഇതിനോടുള്ള ഇൽമിനോടുള്ള ആ ക്രൈസ്, അതിനോടുള്ള ആ അഭിനിവേശമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിലേക്ക് അവരെ എത്തിച്ചത്. ഉസ്താദുമാരുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. ഉസ്താദുമാർക്ക് ശമ്പളമില്ല, പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമെന്ന ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഒരു ഹദീസിലുണ്ടല്ലോ, മൻ തഫഖഹ ഫിദ്ദീൻ അഹം മാഹമ്മഹു എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. അവൻ ആവശ്യമുള്ളതെല്ലാം അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് കേവലം ഒരു ദാരിദ്ര്യത്തിൻ്റെ കഥയോ കഷ്ടപ്പാടുകളുടെ കഥയോ അധ്വാനത്തിൻ്റെ കഥയോ അല്ല എന്നും കൂടി പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമീപനം, ഇൽമിനോട് ഈ സമുദായം പുലർത്തിയ ഇത്തരം സമീപനങ്ങൾ വലിയ തോതിൽ ഇൽമിൻ്റെ, ഉദാഹരണത്തിന് നിങ്ങളൊരു ടെക്സ്റ്റ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇൽമിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇൽമിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങി ഉള്ള ധാരാളം കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നു ഇത് എന്നുള്ളതാണ്. അതല്ലാതെ ഇത് കേവലം ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുക മാത്രം, വിശപ്പ് അനുഭവിക്കുക മാത്രമായിരുന്നല്ല, ആ വിശപ്പിൽ നിന്നാണ് ഈ ടെക്സ്റ്റുകളോടുള്ള
അവർ പഠിക്കുന്ന കാര്യങ്ങളോടുള്ള അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിനോടുള്ള സമീപനം തന്നെയും ഉയർന്നു വന്നത് എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് നിങ്ങളൊരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സമ്പദ് കാലത്ത് നിങ്ങളൊരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. നിങ്ങളൊരു പള്ളി ദർസിൽ ഇരുന്നു കൊണ്ടൊരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളൊരു കോളേജിൽ ബെഞ്ചും ഡെസ്കും വെച്ചുകൊണ്ട് നിങ്ങളൊരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഈ ചേഞ്ചുകളൊക്കെ കേവലം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് എന്നുള്ളതിനപ്പുറം ഇൽമിനോടുള്ള നമ്മുടെ സമീപനത്തിൻ്റെയും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതികളിലും തന്നെയും കാര്യമായ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അൽ-അസ്ഹറിൽ വന്ന ഇത്തരം മാറ്റങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില പഠനങ്ങളിൽ കാണുന്നത് വലിയ തോതിൽ ഈ വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരാൻ തുടങ്ങിയത് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടായപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തഫ്സീറിൽ ഒരു വ്യത്യസ്തമായ വ്യാഖ്യാനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തഫ്സീറിൽ വ്യാഖ്യാനം കൊണ്ടുവരേണ്ടതില്ല. മറിച്ച് ആ തഫ്സീർ നിങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയാണ് വെക്കുന്നത് അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള പ്ലേസിങ്ങിൽ തന്നെ മാറ്റം കൊണ്ടുവന്നാൽ ആ ഇൻ്റർപ്രിട്ടേഷൻ സ്വാഭാവികമായും വന്നുകൊള്ളും എന്നുള്ളതാണ്. കോയക്കുട്ടി ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് പൊന്നാനിയിൽ പഠിച്ച ആ സംഭവം പറഞ്ഞു. ഈ കണ്ണിയത്ത് ഉസ്താദ് നമുക്കറിയാം ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. എന്നാൽ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സഹപാഠി അല്ലെങ്കിൽ ഒരു സഹാധ്യാപകനായിരുന്ന പൊന്നാനിയിൽ കോയണ്ണി ഉസ്താദ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർ അടുത്ത് ഒരിക്കൽ ചെന്ന് കാണുക സംസാരിക്കുമ്പോൾ പഴയ ചരിത്രങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ കണ്ണിയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഗീബത്താവോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നൊരു കുറ്റപ്പെടുത്തുന്ന ഒരു രീതി വന്നു. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി ഇപ്പം എന്താ കുറ്റം പറയാണ്ടാകുക? അപ്പോൾ അത് നമ്മൾ എന്താണെന്നുള്ളത് നിന്നു. അപ്പം എന്താണെന്നറിയോ? ശമ്പളം കൃത്യത്തിൽ വാങ്ങലുണ്ടായിരുന്നു എന്ന്. അതാണ് കുറ്റം. അപ്പം അവരുടെ ആ ചിന്ത സാറത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. നമുക്ക് അനുവദിച്ച സമയം അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ദർസ് സംവിധാനത്തിൽ നിന്ന് മാറി കോളേജ് സംവിധാനമാണ് ഇന്ന് കൂടുതൽ സജീവം. ദർസിൻ്റെ രൂപം പോലും കോളേജിൻ്റെ രൂപത്തിലേക്ക് മാറുന്നൊരു സാഹചര്യമാണുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മൊയിലാരുട്ടികളുടെ പെരുമാറ്റം, വേഷവിധാനം, മൂല്യങ്ങൾ, ജീവിത രീതികൾ, ആദാബുകൾ, ഇതെല്ലാം ഇങ്ങനെയൊരു മാറ്റത്തിൽ ഏത് രൂപത്തിലാണ് സ്വാധീനിച്ചത്, ഇനി ഒരു ദർസിൽ നിന്ന് കോളേജുകളിലേക്ക് നമുക്ക് പകർത്താവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ച് ഉസ്താദുമാരെ കൺക്ലൂഡ് ചെയ്യും. ആദ്യമായി ഫൈസി ഉസ്താദ്. നമ്മുടെ ഇന്നത്തെ മുതിരുട്ടികൾ അവരാ പഴയതുപോലെ വരാൻ കാര്യമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് വേഷവിധാനം തന്നെയാണ്. വേഷം, ഒരാളുടെ വേഷം ആ വ്യക്തിൻ്റെ സ്വഭാവത്തെ നന്നായി സ്വാധീനിക്കും. അവൻ്റെ മുടി അത് അന്നഹു റൂസു ഷയാത്തി എന്ന് പറഞ്ഞ മാതിരി ഒരു പൈശാചിക തല പോലെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം പൈശൈത്താനിയെ തന്നെ ആയിരിക്കും. അത് നമുക്കറിയാം. ഒരു സ്ത്രീ പുരുഷവേഷം അണിഞ്ഞടക്കുന്ന സ്ത്രീകളെ നമുക്കറിയാലോ. സാധാരണ സ്ത്രീകളെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികത അവരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. അത് വല്ല ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാക്കി വെച്ച പ്രതിമകളെ പോലെ തന്നെ തോന്നുള്ളൂ. അതേ സമയത്ത് ശരിക്ക് ഒരു സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മറച്ച് നടക്കുമ്പോൾ ആണ് ആ സ്ത്രൈണത അവരിലുണ്ടാകുന്നത്. എന്നാൽ ആ സ്ത്രീ പുരുഷവേഷം അണിഞ്ഞ് നടക്കുമ്പോൾ ആ പൗരുഷം അവരുടെ സ്വഭാവം, സംസാരത്തിൽ, എല്ലാത്തിലും ആ പൗരുഷം പ്രകടാകുന്നുണ്ട്. ഇനി ഒരാണ് നല്ല ശജാത്തുള്ള ധീരനായ ഒരാൾ ഒരു പർദ്ദട്ട് 2 ആഴ്ച നടന്നോക്കട്ടെ, ഓൻ പെങ്കൂസനായിട്ടാണ് മാറും. അപ്പം നമ്മൾ ധരിക്കുന്ന ഈ വേഷം, നമ്മുടെ മുടി, നമ്മുടെ രൂപം, ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ സംസ്കാരത്തെയും നന്നായി സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ ആദരവ്, ബഹുമാനം എന്നത് ഇപ്പോൾ നമ്മുടെ ആദാബുൽ മുത്താലിമ് പറയുന്ന ഇടങ്ങളിൽ, കിതാബുകളിലൊക്കെ അതിൻ്റെ മര്യാദകൾ പറയുന്നതും മുമ്പൊക്കെ പാലിച്ചു വന്നിരുന്നതും. ഏറ്റവും മുകളിൽ മുസഹഫ് വെക്കും, ഖുർആന്. പിന്നെ അതിൻ്റെ താഴെ ഹദീസ് മാത്രമാണെങ്കിൽ അതിൻ്റെ താഴെയാണ് തഫ്സീറുൽ ഖുർആൻ വരുന്നത്. അതിൻ്റെ താഴെയാണ്
തഫ്സീറുൽ ഹദീത്ത് വരുന്നത്, പിന്നെ ഫിഖ്ഹ് പോലത്തെ മറ്റു ശർഈയായ വിഷയങ്ങൾ, പിന്നെ ആലാത്തുൽ ഉലൂമാകുന്ന നെഹു പോലത്തത്. ഇപ്പോൾ ഇതൊക്കെ ഒരുപോലത്തെ പാഠപുസ്തകങ്ങളായി മാറുന്നോ എന്ന് സംശയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ താഴെയായിരിക്കും തഫ്സീർ ഉണ്ടാകുക, അതിൻ്റെ മീത് ചിലപ്പോൾ ഫത്തുൽ മുഈൻ കൊണ്ടുപോയി വെക്കും. മുമ്പ് അങ്ങനല്ല. ഒരു ഫിഖ്ഹിൻ്റെ വിഷയമാണെങ്കിൽ അത് ഇമാമുകൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഒരു ഫിഖ്ഹിൻ്റെ 2 കിതാബുകൾ, രണ്ടും ഫിഖ്ഹ് ആണെങ്കിൽ ഏതാണ് ഉയരത്തിൽ വെക്കേണ്ടത്, ഏറ്റവും മുകളിൽ വെക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ മുസന്നിഫിനെ നോക്കണം. രണ്ടും വിഷയം ഒന്നാണ്. മുസന്നിഫിൻ്റെ ആ മഹാത്മ്യങ്ങളും പിന്നെ അവരുടെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മേലെയും താഴെയും ആക്കണം. ഇങ്ങനെയുള്ള അദബുകൾ ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഉസ്താദ് തസ്രീഹുൽ മന്തിഖ് അല്ലെങ്കിൽ ചെറുത്തദീബ് പോലത്തെ തർക്കശാസ്ത്ര വിഷയങ്ങളാണെങ്കിൽ പോലും ക്ലാസ്സിലേക്ക് വരുമ്പോൾ 2 കൈകൊണ്ടാണ് ആ കിതാബുകൾ പിടിച്ചിരുന്നത്. ഈ തസ്രീഹുൽ മന്തിഖും നഫായിസും അതല്ലെങ്കിൽ ഈ ചെറുത്തദീബൊക്കെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അന്ന് നല്ല ആരോഗ്യം, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഇതിപ്പോൾ 2 കൈയോട് താങ്ങി പിടിക്കാനൊന്നുമില്ലല്ലോ. പക്ഷെ അതിൻ്റെ ആദരവ് ആ നെഞ്ചോട് ചേർത്ത് വന്ന് ബഹുമാനപൂർവ്വം മറിച്ചു വെക്കുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ആ ആദാബുകളിലേക്ക് നമ്മൾ തിരിച്ച് വരേണ്ടതുണ്ട്. നൊയ്മാൻ സർ, ഈ മേഖലയിൽ നടക്കുന്ന ഒരു വലിയൊരു പാരഡോക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. നമ്മുടെ മതപഠന മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ അറബിക് കോളേജുകളിൽ നിന്നോ ദേവാ കോളേജുകളിൽ നിന്നൊക്കെ വിളിക്കുന്ന സംവിധാനങ്ങളെ കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങൾ സമീപകാലത്ത് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഈ കോളേജുകളിൽ മുഴുവൻ അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ശ്രദ്ധിച്ചാൽ മതി. ഈ സ്ഥാപനങ്ങൾ മുഴുവൻ അഡ്വർടൈസ് ചെയ്യുന്നത് മതപഠന മേഖലയിൽ അവർ സ്വായത്തമാക്കിയ എന്തെങ്കിലും സവിശേഷമായ സിദ്ധിയെയോ അല്ലെങ്കിൽ നേട്ടങ്ങളെയോ മുൻനിർത്തിക്കൊണ്ടല്ല. മറിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിൽ 40 ആളുകൾക്ക് JRF കിട്ടിയിട്ടുണ്ട്, 20 ആളുകൾക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്, ഇത്ര ആളുകൾ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. അതായത് ഭൗതിക പഠന മേഖലയിൽ ആളുകൾ കരസ്ഥമാക്കിയ നേട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ ഈ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു പാരഡോക്സ് നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ധാരാളം കുട്ടികൾ ഈ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അത് ശ്രദ്ധേയമായ കാര്യമാണ്, വലിയ നേട്ടമൊക്കെ തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഈ ഒരു മതപഠന കലാലയം അതിനെ സ്വയം അഡ്വർടൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? കേവലം ഒരു അഡ്വർടൈസ്മെൻറ്റിന് മാത്രം പ്രശ്നമല്ല, ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു ഊന്നലിൻ്റെയും മുൻഗണനയുടെയും കൂടി പ്രശ്നമാണ് അതിൽ നിലനിൽക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ, ഇതേ സ്ഥാപനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞൊരു 30-40 വർഷത്തിൽ നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റിൽ നിന്ന്, ഈ ദേവാ കോളേജ് അറബിക് കോളേജ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ലോകത്തെ വളരെ ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളിൽ എത്തിയിട്ടുണ്ട്, ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ മതപഠന മേഖലയിൽ സ്കോളർലി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് ഈ കഴിഞ്ഞ 30-40 വർഷത്തിനിടയിൽ കേരളത്തിന് പുറത്ത് പ്രാതിനിധ്യപരമായ കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ ചില സ്കോളർലി പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്കോളർലി ആയുള്ള കോൺട്രിബ്യൂഷൻസിൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മവിമർശനം നടത്തേണ്ട കാര്യമാണ്. ഞാൻ സാധാരണ പറയാറുള്ളത്, ഈ സമന്വയം കാരണം ഭൗതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേസമയം തിരിച്ച് നമ്മുടെ ഇൽമിയായ മേഖലയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ 2 വട്ടം ആലോചിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ പാരഡോക്സ് നമ്മൾ ഒരേ സമയം ചിന്തിപ്പിക്കേണ്ടതും ഈ മേഖലയെക്കുറിച്ചുള്ള പുനർവിചിന്തനം നടത്തുന്ന സമയത്ത് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇത് പള്ളി ദർസുകളിലേക്കും വ്യാപിച്ചു. മുമ്പ് നാട്ടിക മുസ്ലിം പറയാറുണ്ട്, രോഗമാണ് പകരം ആരോഗ്യം പകരമില്ല എന്ന് പറയും. ഇതിങ്ങനെ എല്ലായിടത്തും വരുന്ന കോളേജുകൾ മാത്രമല്ല ദർസുകളിലേക്കൊക്കെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ എത്തിച്ചേർന്നു എന്നത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. നൊയ്മാൻ സാറ് അവസാനമായി മുന്നിലേക്കിട്ട ഈ ഒരു വിഷയം, ഈ നിരൂപണാത്മകമായ ഈ ഒരു സമീപനം, അത് നമ്മൾക്ക് കൂടുതൽ ചിന്തിപ്പിക്കുകയും സ്കോളർലി ആയിട്ടുള്ള ഒരു ആലിം എന്ന തരത്തിൽ ഈ ഒരു 10-30 വർഷങ്ങൾക്കിടയിലുണ്ടായ നമ്മുടെ കോൺട്രിബ്യൂഷനെക്കുറിച്ച് ഉള്ള പുതിയ ചർച്ചകളും ആ ഒരു രീതിയിലുള്ള വഴിത്തിരിവുകളും നമ്മുടെ SNEC പോലത്തെ കൂടുതൽ ട്രഡീഷണൽ വൈജ്ഞാനിക സ്ഥാപനങ്ങളെ, വൈജ്ഞാനിക രീതികളെ കൂടുതൽ പരിപോഷിപ്പിച്ച് കാലത്തോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ
ആ പദ്ധതിക്ക് കഴിയട്ടെ എന്ന് ആണ് ഞാൻ ഈ വിഷയമായി പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സമയം അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചർച്ചയുടെ ആകെത്തുകയായി മൊയിലിയാരുട്ടി എന്നുള്ളത് അത് വലിയൊരു പദവി കൂടിയാണ്. ആ പദവി നിലനിർത്താൻ കേവലം വിദ്യാർത്ഥികളായി ഒതുങ്ങാതെ, കേവലം സ്റ്റുഡൻസായി ഒതുങ്ങാതെ, മുത്തഅല്ലിംകളായി, മൊയിലിയാരുട്ടികളായി നമ്മുടെ മക്കൾ വളരാൻ SNEC അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളെല്ലാം അതിൻ്റെ രീതികളൊക്കെ ആ രൂപത്തിൽ പരിഷ്കരിക്കട്ടെ, ആ രൂപത്തിൽ കൊണ്ടുവരട്ടെ എന്ന് പാനലിസ്റ്റുകൾ ഞങ്ങളുടെ ചർച്ചയുടെ ഒരു സന്ദേശമായി ആശംസിച്ചുകൊണ്ട് ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ ഒരു 3 സമാഹാരങ്ങളുടെ പ്രകാശനം